ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനം എന്ന് പറയാവുന്ന മുംബൈയിൽ നടത്തിയ ഭീകരാക്രമണത്തിന് ഇന്ന് 17 വർഷം പൂർത്തിയാവുകയാണ്. ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ 10 തീവ്രവാദികൾ ചേർന്ന് 3 ദിവസത്തോളം മുംബൈയെയും നമ്മുടെ രാജ്യത്തെയും വിറപ്പിച്ചിരുന്നു. മുംബൈയിലെ തിരക്കേറിയ 12 സ്ഥലങ്ങളെയായിരുന്നു ഈ ഭീകരർ ലക്ഷ്യം വെച്ചത്. ഛത്രപതി ശിവജി ടെർമിനസ്, താജ്മഹൽ പാലസ് ആൻഡ് ടവർ ഹോട്ടൽ, ഒബ്റോയ് ട്രൈഡൻ ഹോട്ടലുകൾ, ലിയോപോൾഡ് കഫേ, നരിമാൻ ഹൗസ്, കാമ ആൻഡ് ആൽബസ് ഹോസ്പിറ്റൽ, മെട്രോ, സിനിമ ഹാൾ എന്നിവിടങ്ങളിൽ ഭീകരാക്രമണം നടന്നു. പാകിസ്ഥാനിൽ നിന്നും കടൽ മാർഗമാണ് ഈ ഭീകരവാദികൾ മുംബൈയിലേക്ക് എത്തിയത്. പല സംഘങ്ങളായി പിരിഞ്ഞ ഇവർ AK-47 തോക്കുകളും ഗ്രനേഡുകളും ഉപയോഗിച്ച് വെടിവെപ്പും സ്ഫോടനങ്ങളും നടത്തുകയായിരുന്നു. വിദേശ പൗരന്മാരടക്കം 166 പേർ ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. 300 പേർക്കാണ് പരിക്കേറ്റത്. NSG കമാൻഡോകളും മുംബൈ പോലീസും മറൈൻ കമാൻഡോകളും ചേർന്നാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത്. ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ എന്ന പേരിലാണ് ഈ ഓപ്പറേഷൻ അറിയപ്പെട്ടത്. 10 തീവ്രവാദികളിൽ മുഹമ്മദ് അജ്മൽ അമീർ കസബ് എന്ന ഒരാളെ മാത്രമാണ് ജീവനോടെ പിടികൂടാൻ കഴിഞ്ഞത്. കോടതി നടപടികൾക്ക് ശേഷം 2012 കസബിനെ തൂക്കിലേറ്റി. ഇന്ത്യൻ സുരക്ഷാ സംവിധാനങ്ങൾ മൊത്തത്തിൽ അഴിച്ചു പണിയുന്നതിനും ഈ മുംബൈ ഭീകരാക്രമണം ഒരു കാരണമായി മാറി. ഈ ആക്രമണത്തിന്റെ ആസൂത്രണം പാകിസ്ഥാനിൽ നിന്നായിരുന്നു എന്നതിന് വ്യക്തമായ തെളിവുകളും ലഭിച്ചിരുന്നു. ഭീകരവാദത്തിനെതിരെ നടപടിയെടുക്കാൻ രാജ്യാന്തര തലത്തിൽ ഇന്ത്യ സമ്മർദ്ദം ശക്തമാക്കിയതിന് പിന്നാലെ മുഖ്യ സൂത്രധാരൻ സാക്യൂർ റഹ്മാൻ ലഖ്വി ഉൾപ്പെടെ 7 പേർക്കെതിരെ പാകിസ്ഥാൻ കേസെടുത്തു. എന്നാൽ ഇയാളെ അനധികൃതമായി തടവിൽ വെച്ചിരിക്കുകയാണെന്ന് കാണിച്ച് പാകിസ്ഥാൻ ഹൈക്കോടതി 2015 മാർച്ച് 13 വെറുതെ വിടാൻ ഉത്തരവിട്ടു. ഏപ്രിലിൽ ജാമ്യം നേടി ലഖ്വി പുറത്തിറങ്ങുകയും ചെയ്തു. ലഖ്വിയെ കൂടാതെ ഒരു പ്രധാന പങ്ക് വഹിച്ചവരിൽ ഒന്നാമൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ആയിരുന്നു. പാകിസ്ഥാൻ ഡിപ്ലോമാറ്റ് ആയിരുന്ന സായിദ് സലീം ഗിലാനിയുടെയും അമേരിക്കക്കാരിയായ സെറിൽ ഹെഡ്ലിയുടെയും മകനാണ് ഡേവിഡ്. പാകിസ്ഥാനിൽ നിന്ന് അമേരിക്കയിലേക്ക് ഹെറോയിൻ കടത്തിയതിന് 1998 പിടിയിലായി. ആ ജയിൽ ശിക്ഷ ലഘൂകരിച്ച് കിട്ടുന്നതിന് US ഡ്രഗ് എൻഫോഴ്സ്മെന്റിന്റെ ചാരനായി പാകിസ്ഥാനിലേക്ക് യാത്രകൾ നടത്തി. അതിനിടെ ലഷ്കർ എ തോയ്ബയുമായി അടുക്കുകയും തീവ്രവാദത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. തഹാവൂർ ഹുസൈൻ റാണയാണ് അടുത്തയാൾ. പാകിസ്ഥാൻ മിലിറ്ററിയിൽ ഡോക്ടറായിരുന്നു ഇയാൾ. പിന്നീട് അമേരിക്കയിൽ ബിസിനസ്സുകാരനായി. റാണയുടെ ചിക്കാഗോയിലെ ഫസ്റ്റ് വേൾഡ് ഇമിഗ്രേഷൻ സർവീസ് വഴിയാണ് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് വിസ ലഭിച്ചത്. ഹെഡ്ലിയുടെ യാത്രകളെ സഹായിക്കാൻ മുംബൈയിൽ ഈ സ്ഥാപനത്തിന്റെ ശാഖ തുടങ്ങിയതും റാണയാണ്. ഭീകര സംഘടനകളായ ലഷ്കർ എ തോയ്ബ, ഹർക്കത്തുൽ ജിഹാദി ഇസ്ലാമി, പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗമായ ISI എന്നിവയുമായി അടുത്ത ബന്ധമാണ് ഇയാൾക്കുള്ളത്. മറ്റൊരാൾ ഹാഫിസ് സയ്യിദാണ്, ലഷ്കർ എ തോയ്ബ സ്ഥാപകൻ. അമേരിക്ക $1 കോടി തലക്ക് വിലയിട്ട ഭീകരനാണ്. UN രക്ഷാസമിതി 2008 ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചു. ഇപ്പോൾ പാകിസ്ഥാൻ ജയിലിലാണെന്നാണ് പറയുന്നത്. സജീദ് മജീദ് എന്ന മറ്റൊരു ഭീകരൻ ഇപ്പോൾ ഭീകരപ്രവർത്തനത്തിന് സാമ്പത്തിക സഹായം നൽകിയതിന് പാകിസ്ഥാൻ കോടതി 15 വർഷം തടവിന് ശിക്ഷിച്ച് ജയിലിലാണ്. ഇനിയൊരാൾ അബ്ദുൾ റഹ്മാൻ ഹാഷിം എന്ന പാഷയാണ്. മുൻ പാകിസ്ഥാൻ സൈനിക ഓഫീസറായിരുന്നു. 2009 പാകിസ്ഥാനിൽ അറസ്റ്റിലായെങ്കിലും പിന്നീട് ഇയാളെ വിട്ടയച്ചു. മറ്റൊരു ഭീകരൻ ഇല്യാസ് കശ്മീരി 2011 അമേരിക്കയുടെ പൈലറ്റില്ലാ വിമാനം നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന് കരുതപ്പെടുന്നു. പിന്നീടുള്ള ആളെ എല്ലാവർക്കും അറിയാവുന്നതാണ്, അജ്മൽ കസബ്. മുംബൈ ഭീകരാക്രമണം നടത്തിയവരിൽ ജീവനോടെ പിടിയിലായ ഏക പാകിസ്ഥാൻ ഭീകരൻ. ഇയാളെ 2012 നവംബർ 21 ഇന്ത്യ തൂക്കിലേറ്റി. ഈ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഒരു കാര്യം പറഞ്ഞിരുന്നു. 2008 നവംബറിലെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ പോലെ ഒരു സൈനിക നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ രാജ്യത്തെ വീണ്ടും ലക്ഷ്യമിടാൻ ആരും ധൈര്യപ്പെടില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുംബൈയിലെ താജ് ട്രൈഡൻ ഹോട്ടലുകൾക്ക് നേരെയുള്ള ആക്രമണം മാത്രമായിരുന്നില്ല അത്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനത്ത് രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെയുള്ള ഒരു ആക്രമണമായിരുന്നു അത്. ആ സമയത്ത് ഒരു സൈനിക നടപടി ഇന്ത്യ സ്വീകരിച്ചെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ എല്ലാം തന്നെ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുമായിരുന്നു.